നമസ്കാരം, അഖിലാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ വീണ്ടും എത്തിക്കുന്നത്. കേരളത്തിലെ കല്യാണി കേസുമായി ബന്ധപ്പെട്ട് ഓരോ നിമിഷവും നമ്മളെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ നമ്മളെ എല്ലാം ഏറെ വിഷമിപ്പിക്കുന്ന, അല്ലെങ്കിൽ കേരള ജനത ഞെട്ടലോടുകൂടി കേൾക്കാൻ പോകുന്ന ഒരു വാർത്തയാണ്. മറ്റൊന്നുമല്ല, കേരളത്തിൽ ജനശ്രദ്ധ ആർജിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജനപ്രീതി നേടിയിട്ടുള്ള ജനശ്രദ്ധ നേടിയിട്ടുള്ള കേസുകളെല്ലാം ഏറ്റെടുത്തിരുന്ന സുപ്രസിദ്ധനായ ഒരു വക്കീലിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഡോക്ടർ അഡ്വക്കേറ്റ് അളൂർ എന്ന അഡ്വക്കേറ്റിനെ നമുക്ക് ആർക്കും മറക്കാൻ തന്നെ സാധിക്കില്ല. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം നമ്മളെല്ലാം വളരെയധികം വിഷമത്തോടുകൂടി അറിയിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു ഞെട്ടലോടുള്ള വാർത്തയാണ് കടന്നു വന്നിരിക്കുന്നത്. കല്യാണി കേസുമായി ബന്ധപ്പെട്ട പ്രതിപട്ടികയും മറ്റ് വിവരങ്ങളും എല്ലാം പുറത്തു വന്നപ്പോഴത്തേക്ക് പ്രതിഭാഗത്തിന് വേണ്ടി കോടതിയിലേക്ക് സമീപിക്കുന്നത് അഡ്വക്കേറ്റ് അളൂർ അസോസിയേറ്റ്സ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് അളൂറിൻ്റെ വിയോഗത്തിന് ശേഷം ആദ്യമായിട്ടാണ് അസോസിയേറ്റ്സ് എടുക്കുന്ന പ്രധാനപ്പെട്ട ഒരു കേസാണ് കേരളത്തിൽ കല്യാണി കൊലക്കേസ്. അത് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസായിരിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഇതിനു വേണ്ടി അവരുടെ അഡ്വക്കേറ്റ് അളൂർ അസോസിയേഷൻ്റെ സീനിയർ അഡ്വക്കേറ്റ് ആയിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ പേര് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല, സീനിയർ അഡ്വക്കേറ്റ് ആയിരിക്കും ഈ പ്രതിഭാഗത്തിന് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്നത്. അതുപോലെ തന്നെ സൗമ്യ വധക്കേസ്, അങ്ങനെ പ്രധാനപ്പെട്ട കേരളത്തിലെ ഒരുപാട് കേസുകൾ അളൂറുമായി ബന്ധപ്പെട്ട് നമുക്കെല്ലാം അറിയാം. അളൂരിനെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെറുക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഇത്തരം അതെല്ലാം ഉണ്ടായിട്ടും തന്നെ അളൂരിൻ്റെ അസോസിയേറ്റ്സ് ഈ ഒരു കേസ് എടുക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രതിഭാഗത്തിൻ്റെ കംപ്ലീറ്റ് ഡോക്യുമെന്റ്സും കേസിൻ്റെ കംപ്ലീറ്റ് ഡേറ്റ ഹിസ്റ്ററികളും ഇതുവരെ പുറത്ത് ലഭിച്ചിട്ടില്ലെങ്കിലും അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിനാണ് അളൂർ അസോസിയേറ്റ്സ് എന്നും അവർ അതിൻ്റെ ഓരോ ഘട്ടങ്ങളിലായി മുന്നോട്ട് പോവുകയാണെന്നും ഉടൻ തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അവസാനമായി നമുക്ക് ലഭിച്ച വിവരം. നമുക്കെല്ലാം അറിയാം, ഇക്കഴിഞ്ഞ കാലങ്ങളെല്ലാം അളൂർ അല്ലെങ്കിൽ അളൂർ അസോസിയേറ്റ് ഏറ്റെടുത്തിരിക്കുന്ന ഒരു കേസുകളും പരാജയപ്പെട്ടില്ല. ജയിക്കാൻ വേണ്ടിയിട്ട് ഏത് വൃത്തികെട്ട രീതിയിലും സഞ്ചരിക്കുന്ന ഒരു അഡ്വക്കേറ്റിംഗ് പാനൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടുതലുണ്ടെന്നും അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് സഞ്ചരിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും അധികം ആൾക്കാരുടെ എല്ലാം വിരോധം സമ്പാദിച്ചിട്ടുണ്ടെന്ന് നമുക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ ഈ ഒരു കേസിനകത്ത് സത്യം ജയിക്കണമെന്ന് കേരള ജനത അല്ലെങ്കിൽ ലോകമെമ്പാടും ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമാണ് കുട്ടിക്ക് നീതി ലഭിക്കണമെന്നുള്ളത്. പക്ഷേ ഇതിനകത്ത് എത്രത്തോളം നീതി ലഭിക്കുമെന്നും ഈ കേസ് ജയിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ഓരോ ജനങ്ങൾക്കും നീതി ലഭിക്കാതെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ ദിവസങ്ങളും ക്രിമിനലുകൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. ഗോവിന്ദച്ചാമിയെ പോലുള്ള ആൾക്കാർ നമ്മുടെ എല്ലാം നികുതി പണങ്ങൾ കൊണ്ട് ജയിലിൽ സുഖമായി ജീവിക്കുന്നു. എന്തുകൊണ്ടെന്നറിയത്തില്ല, നമ്മുടെ നാട്ടിൽ മാത്രം ഇത്രയും നീതി പഴുതുകൾ വെച്ചുകൊണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന രീതികൾ മുന്നോട്ട് പോകുന്നതെന്നും അറിയില്ല. എന്തായാലും ഇതിവിടെ നമ്മുടെ മരണപ്പെട്ട കല്യാണി എന്ന കുട്ടിക്ക് നീതി ലഭിക്കട്ടെ, മറ്റുള്ള കേസുകളിലെ പോലെ ആകാതെ സത്യം ജയിക്കട്ടെ എന്ന് വിശ്വസിക്കുന്നു. നിർത്തുന്നു. അഖിൽ വിഷം, സൈനിങ് ഔട്ട്. ബൈ.